ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 64-ാം അധ്യായം സൂറത്തു തഗാബുനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 10 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 11, 12, 13 എന്നീ 3 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇസ്നില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ ഫഇൻ തവല്ലൈതും ഫഇന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് നാളെ പരലോകത്ത് അള്ളാഹു അവരുടെ തെറ്റുകളെ മറച്ചു കൊടുക്കും, അല്ലെങ്കിൽ മായ്ച്ചു കൊടുക്കും. അവർ എന്നെന്നും വസിക്കുന്ന രൂപത്തിൽ അവർക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നൽകുകയും ചെയ്യും. അതാണ് മഹത്തായ വിജയം. എന്നാൽ അവിശ്വാസികളായ ആളുകൾ, അള്ളാഹുവിൻ്റെ മതത്തെ കളവാക്കുകയും അത് തള്ളിക്കളയുകയും ചെയ്ത ആളുകൾക്ക് നാളെ പരലോകത്ത് നരകശിക്ഷയുണ്ട്. അവർ ആ നരകത്തിൽ ശാശ്വതരായിരിക്കും. മാത്രവുമല്ല, അതാണ് ഏറ്റവും മോശമായ മടക്കം. ശേഷം അള്ളാഹു പറയുന്നു, മാ അസ്വാബ മിൻ മുസീബത്തിൻ. മാ അസ്വാബ, അസ്വാബ എന്ന് പറഞ്ഞാൽ ബാധിച്ചു എന്നാണ്. മാ എന്ന് ചേരുമ്പോൾ അങ്ങനെ ഇല്ല എന്നുള്ള അർത്ഥം കിട്ടും, നഫീൻ്റെ അർത്ഥം കിട്ടും. അതായത് മാ അസ്വാബ, ബാധിച്ചിട്ടില്ല. ഇവിടെ ബാധിക്കുകയില്ല എന്നുള്ള അർത്ഥവും കൊടുക്കാം. മാ അസ്വാബ, ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ബാധിക്കുകയില്ല. അതായത് മാളിയായ രൂപത്തിലൊരു കാര്യം പറയുന്നത്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച പോലെ ഒരു കാര്യം പറയുന്നത്, അത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതിന് മാത്രമല്ല ഉപയോഗിക്കുക, ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലാണെങ്കിലും അത് അങ്ങനെ തന്നെ ഉപയോഗിക്കും. എന്തായാലും സംഭവിക്കും എന്നുള്ള രൂപത്തിൽ പറയാനുള്ള രൂപത്തിലാണെങ്കിലും ആ രൂപത്തിൽ തന്നെയാണ് മാളിയായ രൂപത്തിൽ ഉപയോഗിക്കും. അപ്പോൾ മാ അസ്വാബ, ബാധിച്ചിട്ടില്ല എന്നും അർത്ഥം കൊടുക്കാം, അല്ലെങ്കിൽ ബാധിക്കുകയില്ല. മിൻ മുസീബത്തിൻ, മുസീബത്ത് എന്ന് പറഞ്ഞാൽ ആപത്ത്, വിപത്ത്, ബാധ അല്ലെങ്കിൽ പ്രയാസം. മിൻ മുസീബത്തിൻ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, മിൻ മുസീബത്തിൻ വിപത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വിപത്തിൽ നിന്ന് എന്തെങ്കിലും, അല്ലെങ്കിൽ ആപത്തിൽ നിന്ന് എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ആപത്തും ഒരു ബാധയും ഒരു വിപത്തും. ഇല്ല ബിഇസ്നില്ല, ഇല്ല അല്ലാതെ. എന്തല്ലാതെ? ബി ഇദിനില്ല. ഇദിൻ എന്ന് പറഞ്ഞാൽ സമ്മതം, അനുവാദം. ഇദിനില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സമ്മതം, അള്ളാഹുവിൻ്റെ അനുവാദം. ബി ഇദിനില്ല, അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുവാദം കൊണ്ട്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം, അള്ളാഹുവിൻ്റെ സമ്മതം കൊണ്ട്. ഇല്ലാ ബി ഇതിനില്ല, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ, അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരമല്ലാതെ. വമൈ യുഅ്മിൻ, വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. മൻ എന്ന് പറഞ്ഞാൽ ആരാണോ, ആര് എന്ന ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള മന്നല്ലത്, ആരാണോ അങ്ങനെ ചെയ്തതെന്ന് പറയില്ലേ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മന്നാണ്. മൻ യുഅ്മിൻ, ആമന വിശ്വസിച്ചു, യുഅ്മിനു വിശ്വസിക്കും, വിശ്വസിക്കുന്നു. മൻ ചേരുമ്പോൾ മൻ യുഅ്മിൻ എന്നാവും. മൻ യുഅ്മിനു എന്നല്ല, മൻ യുഅ്മിൻ, ആരാണോ വിശ്വസിച്ചത്, വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ആർ വിശ്വസിക്കുന്നുവോ. ബില്ലാഹി, അള്ളാഹുവിൽ. ബി എന്ന് പറഞ്ഞാൽ ഇൽ, ഓട്, കൊണ്ട്, പല അർത്ഥങ്ങളുണ്ട്. ബില്ലാഹി, അള്ളാഹുവിൽ. യഹ്ദി ഖൽബഹു, ഇനി അതിൻ്റെ ജവാബാണ്, മറുപടിയാണ്. അതായത് ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു മറുപടി. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുക? യഹ്ദി ഖൽബഹു, ഹദാ യഹ്ദി. ഹദാ എന്ന് പറഞ്ഞാൽ നേർമാർഗം നൽകി, സന്മാർഗം കാണിച്ചു കൊടുത്തു. യഹ്ദി, നേർമാർഗം കാണിക്കും, നേർമാർഗം കാണിക്കുന്നു. സന്മാർഗം കൊടുക്കും, സന്മാർഗം കൊടുക്കുന്നു. യഹ്ദി എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിലൊരു യാ ഉണ്ട്. പക്ഷേ ഇത് ആ മന്ന് വരുന്ന ഭാഗത്തിൻ്റെ ഒരു ജവാബായിട്ട്, മറുപടിയായിട്ട് വരുമ്പോൾ ജസ്മ് കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ആ യാ നഷ്ടപ്പെടും. യഹ്ദി എന്നേ ഉണ്ടാവുള്ളൂ, അവസാനത്തെ യാ നഷ്ടപ്പെടും. യഹ്ദി, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട്. യഹ്ദി, നേർമാർഗം നൽകും. ഖൽബഹു, ഖൽബ് ഹൃദയം, ഖൽബഹു അവൻ്റെ ഹൃദയം,
അപ്പോൾ യഹ്ദി ഖൽബഹു, അവൻ്റെ ഹൃദയത്തിന് സന്മാർഗം നൽകും. വല്ലാഹു, അവിടെ വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, അർത്ഥം കൊടുക്കേണ്ടതില്ല. ഈ ഇസ്തിനാഫിയുടെ വാവ് എന്ന് പറഞ്ഞാൽ അത് അറിയാലോ, പല ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരേ വിഷയം ഇങ്ങനെ പറഞ്ഞു പോരുമായിരിക്കും. ആ പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ വേറെ 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 കാര്യങ്ങൾ പറയാനുണ്ടാവും. അങ്ങനെ ഓരോ കാര്യവും പറയുന്നതിൻ്റെ ഇടയിൽ ഒരു വാവ് കൊടുക്കും. അപ്പോൾ ഒരേ വിഷയം തന്നെയാണെങ്കിലും അതിൻ്റെ പുതിയ പുതിയ ഓരോ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ അവിടെയൊക്കെ ഒരു വാവ് കൊടുക്കുകയാണെങ്കിൽ അതിന് അർത്ഥം കൊടുക്കേണ്ടതില്ല. ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ എനി എന്നുള്ള രൂപത്തിലൊക്കെ അർത്ഥമാണ് കൊടുക്കുക. വല്ലാഹു, അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹു ആകട്ടെ, ബികുല്ലി ഷെയ്ഇൻ, കുല്ലു ഷെയ്ഇൻ, ഷെയ്ഇ എന്ന് പറഞ്ഞാൽ കാര്യം, കുല്ലു ഷെയ്ഇൻ എല്ലാ കാര്യവും, ബികുല്ലി ഷെയ്ഇൻ എല്ലാ കാര്യത്തിനും, എല്ലാ കാര്യത്തെപ്പറ്റിയും, അലീം, അലിമ അറിഞ്ഞു, ആലിം അറിവുള്ളവൻ, അലീം അങ്ങേയറ്റം അറിയുന്നവൻ. വല്ലാഹു ബികുല്ലി ഷെയ്ഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും ഏറ്റവും നന്നായി അങ്ങേയറ്റം അറിവുള്ളവനാണ്. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ യാതൊരു വിപത്തും യാതൊരു ആപത്തും ബാധിക്കുന്നില്ല. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവൻ്റെ ഹൃദയത്തെ അള്ളാഹു നേർമാർഗത്തിലാക്കുന്നു. വല്ലാഹു ബികുല്ലി ഷെയ്ഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നു. അടുത്ത ആയത്ത്, വ അത്തിയുല്ലാഹ വ അത്തിയു റസൂല, ഇത് നമ്മൾക്ക് പരിചയമുള്ള പദപ്രയോഗമായിരിക്കും. അത്താ അനുസരിച്ചു, അത്യു നീ അനുസരിക്ക്, അത്തിയു നിങ്ങൾ അനുസരിക്കുവീൻ, കൽപ്പനക്രിയയാണ്. തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവ്, അർത്ഥം കൊടുക്കേണ്ടതില്ല. വ അത്തിയുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുവീൻ, വ അത്തിയു റസൂല നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനെയും അനുസരിക്കുവീൻ. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ, റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവീൻ, ദൂതനെയും നിങ്ങൾ അനുസരിക്കുവീൻ. അവിടെ വാവ് അത്തിഫിൻ്റെ വാവാണ്, ചേർക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വാവാണ് ആ ഇടയിലുള്ള വാവ്. വ അത്തിയു റസൂല എന്ന് പറഞ്ഞിടത്തുള്ള വാവ് അത്തിഫിൻ്റെ വാവാണ്. ദൂതനെയും അനുസരിക്കുവീൻ. ഫ ഇൻ തവല്ലയിത്തും, ഫ അത് ഇസ്തിനാഫിയുടെ ഫ എന്നാണ് പറയാം. ഇനി എന്നുള്ള അർത്ഥമൊക്കെ കൊടുക്കാൻ വേണമെങ്കിൽ ഇൻ തവല്ലയിത്തും, തവല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു കളഞ്ഞു, തിരിഞ്ഞു കളഞ്ഞു. തവല്ലയിത്തും നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു, നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. അതിന് മുമ്പിൽ ഇൻ ചേർത്താൽ, അങ്ങനെയാണെങ്കിൽ, നമ്മൾ ഇംഗ്ലീഷിൽ ഈഫ് എന്ന് പറയില്ലേ, അതേപോലെയുള്ള അർത്ഥം കിട്ടും. ഇൻ തവല്ലയിത്തും നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫ ഇൻ തവല്ലയിത്തും ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫ ഇന്നമാ, ഫ വാക്കിയുടെ ഫ എന്നാ പറയാം, ഫ ഉൽ വാക്കിയ എന്നാ പറയാം. കാരണം അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ജവാബ് പറയാം, മറുപടി പറയാം. അങ്ങനെ മറുപടി പറയുന്ന സ്ഥലത്തുള്ള ഫഇനെ ഫ ഉൽ വാക്കിയ എന്നാ പറയാം. അപ്പോൾ ഫ ഇന്നമ, എന്നാൽ നിശ്ചയമായും, ഈ ഇന്നമ എന്നുള്ള പദപ്രയോഗം വന്നു കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഒരു മാത്രം എന്നുള്ള അർത്ഥം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് രണ്ട് പദങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാം. ഫ ഇന്നമ, അപ്പോൾ നിശ്ചയമായും അത് മാത്രമാണ്. അലാ റസൂലിന, അല എന്ന് പറഞ്ഞാൽ മേൽ, റസൂലുന നമ്മുടെ റസൂൽ, നമ്മുടെ ദൂതൻ. അലാ റസൂലിന നമ്മുടെ ദൂതൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൂതൻ്റെ ബാധ്യത എന്നർത്ഥം. നമ്മുടെ ദൂതൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൂതൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് അത് മാത്രമാണ്. ഏത് മാത്രം? അൽ ബലാഗ്. ബലാഗ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ, എത്തിക്കുക. ബലഗ എന്ന് പറഞ്ഞാൽ എത്തി എന്നാണ്. ബല്ലഗ എത്തിച്ചു, അബുലഗ എന്നൊക്കെ പറഞ്ഞാൽ എത്തിച്ചു. ബലാഗ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ, തബ്ലീഗ് എത്തിക്കൽ, എത്തിച്ചു കൊടുക്കൽ. അപ്പോൾ ഫ ഇന്നമ എന്നുള്ളത് ഈ ബലാഗിനോട് കൂടിയാണ് ചേർക്കേണ്ടത് ശരിക്കും. ഫ ഇന്നമ നിശ്ചയമായും അത് മാത്രമാണ്. ഏത് മാത്രമാണ്? അൽ ബലാഗ് എത്തിക്കൽ. തീർച്ചയായും എത്തിക്കൽ മാത്രമാണ് അലാ റസൂലിന നമ്മുടെ ദൂതൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അൽ മുബീൻ പ്രത്യക്ഷമായ, വ്യക്തമായ. അപ്പോൾ വ്യക്തമായ എത്തിക്കൽ മാത്രമാണ് നമ്മുടെ ദൂതൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം വ അത്തിയുല്ലാഹ വ അത്തിയു റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കണം. ഫ ഇൻ തവല്ലൈത്തും ഫ ഇന്നമ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ, ആരാണോ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നത് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ദൂതൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത് വ്യക്തമായി കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളത് മാത്രമാണ്. അടുത്ത ആയത്ത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ,
അള്ളാഹു ലാ ഇലാഹ, ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, ലാ ഇലാഹ ഒരു ആരാധ്യനും ഇല്ല, ഇല്ലാ ഹുവ ഇല്ലാ അല്ലാതെ, ഹുവ അവൻ, ഇല്ലാ ഹുവ അവനല്ലാതെ, അള്ളാഹു അല്ലാതെ മറ്റ് യാതൊരു ആരാധ്യനും ഇല്ല. വ അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ, അള്ളാഹുവിൻ്റെ മേൽ, അവിടെ വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, അർത്ഥം കൊടുക്കേണ്ടതില്ല. അല എന്ന് പറഞ്ഞാൽ മേൽ, വ അലല്ലാഹി അള്ളാഹുവിൻ്റെ മേൽ, ഫൽ യതവക്കൽ, തവക്കല എന്ന് പറഞ്ഞാൽ ബരമേൽപ്പിച്ചു എന്നാണ്. അത് മാദിയായ പദമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലക്രിയയാണ്. അതിൻ്റെ മുളാരി യതവക്കലു, തതവക്കലു അങ്ങനെയൊക്കെ വരിക. യതവക്കലു എന്ന് പറഞ്ഞാൽ ബരമേൽപ്പിക്കും, ബരമേൽപ്പിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ഒരു ലാമുൽ അമ്ര, ഒരു ലി വന്നു കഴിഞ്ഞാൽ ലി യതവക്കൽ എന്നാവും. ലി യതവക്കലു എന്നല്ല, ലി യതവക്കൽ, അർത്ഥം ബരമേൽപ്പിക്കട്ടെ. അതൊരു കൽപ്പനക്രിയ ആണ്. അതിൻ്റെയും തുടക്കത്തിൽ ഒരു ഫ വരുമ്പോൾ ആ ഫ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ ലി എന്നല്ല പറയാം, ഫൽ യതവക്കൽ, അപ്പോൾ ബരമേൽപ്പിക്കട്ടെ. ആര്? അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ. ആമന വിശ്വസിച്ചു, മുഅ്മിൻ വിശ്വാസി, മുഅ്മിനൂൻ വിശ്വാസികൾ, സത്യവിശ്വാസികൾ. ഫൽ യതവക്കലിൽ മുഅ്മിനൂൻ, അപ്പോൾ സത്യവിശ്വാസികൾ ബരമേൽപ്പിക്കട്ടെ. വ അലല്ലാഹിയും തുടക്കത്തിലുണ്ട്, അള്ളാഹുവിൻ്റെ മേൽ. ഇവിടെ ഫൽ യതവക്കൽ എന്നുള്ളത് എന്തുകൊണ്ട് ഫൽ യതവക്കലി എന്നായി എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. ഈ ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളാഹു അവനല്ലാതെ മറ്റ് യാതൊരു ആരാധ്യനും ഇല്ല. വ അലല്ലാഹി ഫൽ യതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അവൻ്റെ മേൽ ബരമേൽപ്പിക്കട്ടെ. ഇനി നമുക്ക് ഈ 3 ആയത്തുകളുടെ വിശദീകരണം നോക്കാം. ഈ സൂറത്ത് ഇറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മദീനയിലെത്തിയ ഏകദേശം ഉടനെയാണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ ഒരു സമയത്തുള്ള അവസ്ഥ, ശത്രുക്കളിൽ ചിലരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഈ മുഹമ്മദ് പറയുന്നത് അത്ര സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ ഈ രൂപത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു. അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാട് വിട്ടു പോരേണ്ടി വരുന്നു. അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, എന്തൊക്കെ പ്രയാസങ്ങളാണ്. അങ്ങനെ അവർ പറയുന്ന ഒരു ദൈവം സത്യമാണെങ്കിൽ, ഏകനായ ആ ഒരു ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് സത്യമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ വരുന്നു? മാത്രമല്ല അവിടെ ആ ഒരു മക്കയിൽ നിന്ന് വന്ന ആളുകളെ സ്വീകരിച്ച ആളുകളാണല്ലോ മദീനയിലെ മുസ്ലിങ്ങൾ. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളെയൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നു, അവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ പങ്കുവെക്കേണ്ടി വരുന്നു. അവർക്കും ഒരുപാട് ബുദ്ധിമുട്ടല്ലേ ഉണ്ടാവുന്നത്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങി ചെറുതായിട്ട്, എന്തുകൊണ്ട് നമ്മളെ അള്ളാഹു സഹായിക്കുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ വരുന്നു? ആ സമയത്ത് അള്ളാഹു പറയുന്നത് എന്താണ്? മാ അസ്വാബമി മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ യാതൊരു ആപത്തും സംഭവിക്കുന്നില്ല, യാതൊരു ബുദ്ധിമുട്ടും യാതൊരു ക്ലേശവും യാതൊരു വിപത്തും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ നൽകുന്ന അല്ലെങ്കിൽ ഈ ഉണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം തന്നെയാണ് എന്നർത്ഥം. അവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ആളുകൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ഈ കാലത്തും പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട്, ഞാൻ അള്ളാഹുവിനെ ഇത്ര നന്നായിട്ട് ആരാധിച്ചിട്ട് എല്ലാ നിസ്കാരവും നിസ്കരിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ സദക്ക കൊടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാ സൽക്കർമ്മങ്ങളും ആരാധനകളും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്രയാസം? എനിക്ക് രോഗം, എനിക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ, ഒരുപാട് മറ്റു പ്രയാസങ്ങളൊക്കെ വരുന്നു. അപ്പോൾ എന്താണ് ഇത്രയധികം അള്ളാഹുവിനെ ആരാധിച്ചിട്ടും എനിക്കെന്താണ് ഇങ്ങനെ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും ഇത്തരം പ്രയാസങ്ങളും വന്നത് ആർക്കാണെന്നറിയോ? അത് പ്രവാചകന്മാർക്കാണ്. പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവർ അനുഭവിച്ചതുപോലെയുള്ളൊരു പ്രയാസവും നമുക്കാർക്കും വന്നിട്ടില്ല. അപ്പോൾ അവരെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ അവർ ഈ രൂപത്തിൽ ആരാധനാകർമ്മങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണോ? പിന്നെന്തുകൊണ്ടാണ്? അള്ളാഹു അവർക്ക് കടുത്ത പരീക്ഷണങ്ങൾ നൽകുകയാണ്, പരീക്ഷകൾ നൽകുകയാണ്. അങ്ങനെ അവരെ കൂടുതൽ ദറജകൾ ഉയർത്തുകയാണ്, സ്വർഗത്തിൽ അവരുടെ ദറജകൾ ഉയർത്തുകയാണ്. അപ്പോൾ അള്ളാഹ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക്, അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത ആളുകൾക്ക് കൂടുതൽ പ്രയാസങ്ങൾ കിട്ടാം, അവർക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവാം, അവരുടെ ദറജ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയൊക്കെ എത്രയധികം ത്യാഗം സഹിച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയധികം ത്യാഗങ്ങൾ സഹിച്ചു, എത്ര പ്രയാസങ്ങൾ നേരിട്ടു. ആ പ്രയാസങ്ങളെയൊക്കെ അവർ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് ചെയ്തത്, അവർ ക്ഷമിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ് എന്ന് തിരിച്ചറിയുകയാണ് ചെയ്തത്.
അതിലൂടെ അവർ കൂടുതൽ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ പട്ടാളത്തിലെ പരിശീലനമൊക്കെ നമുക്കറിയാമല്ലോ. പട്ടാളത്തിലൊക്കെ നല്ല കടുത്ത പരിശീലനങ്ങളാണ്. എന്തിനാണ് പട്ടാളത്തിൽ അത്രയധികം കടുത്ത പരിശീലനങ്ങൾ? അതിനുശേഷമുള്ള അവരുടെ ആ ജീവിതത്തിൽ ആ ഒരു പരിശീലനം കൊണ്ട് കിട്ടിയ കരുത്ത് കാണണം. മാനസികമായ ആ ഒരു ധൈര്യവും ആ ഉറപ്പും ആ ഒരു ശക്തിയും ഒക്കെ അവർക്ക് അവരുടെ പിന്നീടുള്ള ജീവിതത്തിൽ കാണണം. അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കടുത്ത പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ട്രെയിനിങ് പരിശീലനങ്ങൾ അതൊരിക്കലും അവരോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, അവരെ വാർത്തെടുക്കുകയാണ്, ഏറ്റവും കരുത്തുറ്റവരായി വാർത്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും നല്ല കരുത്തുറ്റവരായി വാർത്തെടുക്കാൻ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുണ്ടാവും, പരീക്ഷകളുണ്ടാവും. ആ രൂപത്തിൽ നമ്മളതിനെ മനസ്സിലാക്കണം. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വരുന്നു ചില സമയത്ത് ആ അപകടങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരാൾ നമുക്കെതിരിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെയും അതിന് അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹു തീരുമാനിക്കും അയാൾ ചെയ്യുന്നത് തടയണോ തടയണ്ടേ. അള്ളാഹു ഇവിടെ സ്വതന്ത്രമായി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാനുള്ള ആ ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട്. ഈ ലോകത്ത് മനുഷ്യന്മാർ ജീവിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്ത് ജീവിക്കേണ്ടവർക്ക് അങ്ങനെ ജീവിക്കാം, നന്മ ചെയ്ത് ജീവിക്കേണ്ടവർക്ക് അങ്ങനെ ജീവിക്കാം. എന്താണ് നന്മ എന്താണ് തിന്മ എന്നുള്ളത് വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏത് സ്വീകരിക്കണം എന്നുള്ളത് ഓരോരുത്തർക്കും തീരുമാനിക്കാം. അങ്ങനെ ഓരോരുത്തരും തീരുമാനിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കെതിരിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഒരാൾ നമ്മെ കൊല്ലാൻ വരികയാണെങ്കിൽ അത് തടയണോ അത് നടപ്പിലാക്കണോ എന്നുള്ളത് അള്ളാഹു തീരുമാനിക്കുക. രണ്ട് തീരുമാനിച്ചാലും അള്ളാഹുവിൻ്റെ ഹിക്മത്ത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മൾ വളരെ ദാരുണമായ മരണം ഇത് എന്നൊക്കെ പറയാറുണ്ട്, ആക്സിഡൻ്റ് ആണെങ്കിലും മറ്റൊക്കെ. അവിടെ ചില പ്രകൃതി ദുരന്തങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ എന്തുകൊണ്ടത് അള്ളാഹു തടഞ്ഞില്ല, അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് നമുക്ക് മനസ്സിലാവില്ല. അതിന് ഒരു നന്മയെ ആധാരമാക്കിയിട്ടാണ് അള്ളാഹു അതൊക്കെ തീരുമാനിക്കുക. അപ്പോൾ അത് പിന്നീടാണ് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവുക അത് നടന്നത് നന്നായി എന്നൊക്കെ ചില സമയത്ത് മനസ്സിലാവും. ചില സമയത്ത് നമുക്ക് ഈ ഭൂലോകത്ത് വെച്ച് മനസ്സിലാവുകയില്ല, എന്താണ് അതിൻ്റെ പിന്നിലെ ഹിക്മത്ത് മനസ്സിലാവില്ല. അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങളെ അള്ളാഹു തടയും, ചില കാര്യങ്ങളെ അള്ളാഹു അത് അനുവദിക്കും. എന്തായാലും രണ്ടാണെങ്കിലും അള്ളാഹുവിൻ്റെ അറിവില്ലാത്ത, അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹു അതിന് അനുവാദം കൊടുക്കണം. അള്ളാഹു തടയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹു അനുവാദം കൊടുത്താലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്തോ ഒരു ബുദ്ധിമുട്ടോ വന്നു കഴിഞ്ഞാൽ അത് സ്വയം വന്നതാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്തതാണ്. പക്ഷേ ആ ചെയ്തത് നമുക്ക് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ അനുവാദം വേണം. ആലോചിച്ച് നോക്കൂ, ചില ആളുകൾ ഈ ലോകത്തുള്ള പല പ്രശ്നങ്ങളിലും പെട്ട് നിരാശരായിക്കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലരുടെ ആത്മഹത്യ മരണത്തിലേക്ക് എത്തും, ചിലർ ആ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടും. ഈ ആത്മഹത്യ ചെയ്തിട്ട് അയാൾ മരിക്കണോ മരിക്കണ്ടേ അത് അള്ളാഹു തീരുമാനിക്കുക. അപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നടക്കണോ നടക്കേണ്ടേ എന്നുള്ള കാര്യം അള്ളാഹുവാണ് അനുവാദം കൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് നടക്കുകയുള്ളൂ. അപ്പോൾ ഏത് കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ നടക്കുകയില്ല. എന്ത് കാര്യമാവട്ടെ അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അല്ലാതെ നടക്കുകയില്ല. ഈ ഒരു സംഗതി നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ ഏറ്റവും നല്ല സുരക്ഷിതത്വമാണ്. ആ മനുഷ്യന് പിന്നെ യാതൊരു പേടിയുമില്ല. കാരണം നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുന്നു. പിന്നീട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരികയാണെങ്കിൽ അത് അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ തന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ടും വരാം. ഇപ്പോൾ പല പ്രകൃതി ദുരന്തങ്ങളൊക്കെ മനുഷ്യൻ്റെ കൈകടത്തലുകൾ കൊണ്ട് തന്നെ പല പ്രകൃതി ദുരന്തങ്ങൾ വരും. അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ അത് നടപ്പിലാവണോ വേണ്ടേ എന്നുള്ളത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ അള്ളാഹുവിനത് അറിയാം എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അള്ളാഹ്ക്ക് അത് അറിയുള്ളൂ. ചില കാര്യങ്ങൾക്ക് അള്ളാഹു അനുവാദം കൊടുക്കും, ചില കാര്യങ്ങൾക്ക് അള്ളാഹു അനുവാദം കൊടുക്കൂല. എന്തുകൊണ്ട് അനുവാദം കൊടുത്തു, എന്തുകൊണ്ട് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ചിലതൊക്കെ നമുക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ ചില സമയത്ത് തോന്നും അത് അങ്ങനെ ആയത് നന്നായി എന്നൊക്കെ. ഇപ്പോൾ നമ്മളൊരു ബസ്സിന് കൈ കാണിച്ചു, ആ ബസ് നിർത്താതെ പോയി, നമുക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. ആ സമയത്ത് നമുക്ക് വളരെ വിഷമം തോന്നും. ചില ആളുകളൊക്കെ ആ ബസ്സിലെ ഡ്രൈവറെയോ ബസ്സിനെയോ ഒക്കെ ചിലപ്പോൾ കുറ്റം പറയും. ശേഷം അതിന് പിന്നിൽ വരുന്ന മറ്റൊരു ബസ് നമുക്ക് നിർത്തി തന്നു, നമ്മൾ അതിൽ കയറി നമ്മളങ്ങനെ പോകുന്ന സമയത്ത് ആദ്യം പോയ ബസ്, നമുക്ക് നിർത്താതെ പോയ ബസ് എവിടെയെങ്കിലും മറിഞ്ഞ് വീണ് കിടക്കുന്നത് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയതായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ പറയും ആ ബസ് നിർത്താതെ പോയത് എത്ര നന്നായി. അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർത്താതെ പോയ പല ബസ്സുകളും ഉണ്ടാവും. അതായത് നമ്മൾ ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോയ പല ആഗ്രഹങ്ങളും ഉണ്ടാവും.
ആ ആഗ്രഹങ്ങൾ നടക്കാതെ പോയത് എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. നമുക്കതൊക്കെ നഷ്ടങ്ങളായിട്ടാണ് തോന്നുക. പക്ഷേ നമുക്ക് ഗുണത്തിന് വേണ്ടി പല കാര്യങ്ങളും അള്ളാഹു തടയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് മുഴുവൻ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഈ ലോകത്ത് മുഴുവനായിട്ട് കിട്ടൂല. അത് തടയാൻ ചില കാരണങ്ങളുണ്ട്, അത് നൽകാനും ചില കാരണങ്ങളുണ്ട്. അതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഈ ഒരു വിശ്വാസം ഒരു സത്യവിശ്വാസിയുടെ ഉള്ളിൽ അടിയുറച്ചുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് രോഗങ്ങൾ വന്നാലും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നാലും അതൊക്കെ ആ വ്യക്തി മനസ്സിലാക്കും, ഇങ്ങനൊരു സംഗതി എന്നിലുണ്ടാവും എന്നുള്ള കാര്യം അള്ളാഹ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അള്ളാഹു ആണ് ഈ ഒരു സംഗതി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഗുണത്തിന് വേണ്ടി ആയിരിക്കും എന്നുള്ള ആ ഒരു രൂപം ചിന്തിക്കുക. ഒരു സത്യവിശ്വാസിയുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ പോലും അത് ഗുണകരമാണ് അവന്. ആ വേദന സഹിക്കുന്നതോടുകൂടി ഇത് ഞാൻ ക്ഷമിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുകയാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുകയാണ്. ഒരുപാട് സന്തോഷങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹുവിൽ ശുക്ർ കാണിക്കുമ്പോൾ, നന്ദി കാണിക്കുമ്പോൾ അതും അവന് കൂലിയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരം തന്നെ. അവന് സന്തോഷം കിട്ടിയാലും കൂലിയാണ്, അവന് ദുഃഖം വന്നാലും കൂലിയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ആളുകൾ സന്തോഷം വരുമ്പോൾ ചിലപ്പോൾ അള്ളാഹനെ മറക്കും, ദുഃഖം വരുമ്പോൾ ആകെ നിരാശരായിക്കൊണ്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്കും പോകും. ഇതല്ല, അത് നമ്മൾ പരാജയപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. സന്തോഷം വരുന്ന സമയത്ത് അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. ആ സന്തോഷം ഏത് സമയത്തും നീങ്ങാം. നമുക്ക് സങ്കടം വരുന്ന സമയത്ത് ക്ഷമിക്കണം. ആ സങ്കടവും ഏത് സമയത്തും അള്ളാഹു നീക്കിത്തരാം. അതുകൊണ്ട് ഈ രൂപത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. എന്നിട്ട് അള്ളാഹു പറയാണ്, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ്. അപ്പോൾ സത്യവിശ്വാസികളായ ആളുകളോടും മുഹാജിറുകളായ ആ ആളുകളോടുമൊക്കെ അള്ളാഹു പറയുന്നത് എന്താണ്? ഇത് എല്ലാവർക്കും ഉള്ളതാണ്, അവരോട് മാത്രമുള്ളതല്ല. അവരോട് പറയാണ്, നിങ്ങൾക്ക് വന്നിട്ടുള്ള ഈ പ്രയാസങ്ങൾ, നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരേണ്ടി വന്നു, ഒരുപാട് പ്രയാസം സഹിച്ചു. ഈ പ്രയാസങ്ങളൊക്കെ നടന്നത് അള്ളാഹ്ക്കറിയാം. അള്ളാഹുവിന് വേണമെങ്കിൽ അത് തടയാമായിരുന്നു. പക്ഷേ അള്ളാഹു തടയാത്തത് കൊണ്ട് തന്നെയാണത് നടന്നത്. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം തന്നെയാണ് അതൊക്കെ സംഭവിച്ചത്. പക്ഷേ അതിലൊക്കെ ഇവർക്ക് ഗുണമുണ്ടാകും. അത് ഇപ്പോൾ മനസ്സിലാവില്ല. ചിലപ്പോൾ ഈ ലോകത്ത് വെച്ച് തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ പരലോകത്ത് അതിനനുസരിച്ചുള്ള കൂലി അള്ളാഹു നൽകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് നഷ്ടമല്ല. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് അവർ ദീനിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ സഹിച്ചത്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. ഇനി ഇത്തരം പ്രയാസഘട്ടങ്ങളിലൊക്കെ തന്നെയും ആരാണോ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വാസികളായിക്കൊണ്ട് നിലനിന്നത്, യഹ്ദി ഖൽബഹു, അവരുടെ ഹൃദയത്തിന് അള്ളാഹു സന്മാർഗം നൽകും. ഇത് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു എന്നുള്ളത് ഈ ഒരു ആയത്തിൻ്റെ ഭാഗമല്ലാതെ തന്നെയും നമുക്ക് മനസ്സിലാക്കാം. ആരാണോ അള്ളാഹുവിൽ വിശ്വസിച്ച് അടിയുറച്ച് നിന്നത് അവർക്ക് അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു വളരെയധികം ശക്തി നൽകും. ആ ഹൃദയങ്ങൾക്ക് അള്ളാഹു പിടിച്ചു നിൽക്കാനുള്ള കഴിവും പ്രാപ്തിയും നൽകും. അവർ തളരൂല, അവർക്ക് നേർമാർഗം നൽകും. സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി അള്ളാഹു തുറന്നു കൊടുക്കും. ഈ ആയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രയാസം വന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാലും ആ പ്രയാസഘട്ടങ്ങളിലൊക്കെ തന്നെയും നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ആ പ്രയാസഘട്ടങ്ങളിൽ യഹ്ദി ഖൽബഹു, അവൻ നിങ്ങളുടെ ഹൃദയത്തെ നേർമാർഗത്തിലേക്കാക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തളരൂല. ഒരു മാതാവിൻ്റെ 3 or 4 മക്കൾ എല്ലാവരും ഒരുമിച്ച് മരണപ്പെട്ടിട്ട് പോലും ആ മാതാവ് പറഞ്ഞത്, ഞാൻ ഖുർആൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ എനിക്ക് നൽകിയ ശക്തിയാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകുമായിരുന്നു, ഞാൻ ഒരുപക്ഷെ എൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുമായിരുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ എനിക്ക് നൽകിയ ഒരു ശക്തിയുണ്ട്, എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനുള്ള ശക്തി. അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നും ഇതായിരിക്കും ഏറ്റവും ഹൈറ് എന്നും ആ ഹൈറാണ്, എനിക്ക് ഏറ്റവും ഹൈറ് വരുന്നതാണ് അള്ളാഹു ചെയ്യുക എന്നും ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിൽ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സുഖമായി ജീവിക്കുന്നു. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ വാക്കുകളാവേണ്ടത്. അപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് അള്ളാഹു ശാന്തത നൽകും. അവർ നമുക്ക് നേർമാർഗം നൽകും, വഴി കാണിച്ചു തരും. വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീം. ശരിക്കും അവിടെ വല്ലാഹു അലീമുൻ ബിക്കുല്ലി ഷൈഇൻ എന്നാണ്. അള്ളാഹു അറിയുന്നവനാണ് ബിക്കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും. പക്ഷേ ഇവിടെ വല്ലാഹു എന്ന് കഴിഞ്ഞിട്ട് ബിക്കുല്ലി ഷൈഇൻ എന്നുള്ളതിനെ ഒന്ന് മുന്തിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും, അതിലൊന്നും ഒഴിവില്ല.
ഒരാൾ ചെയ്യുന്നതും ആ ചെയ്യാൻ അവന് പ്രേരകമായതും അവൻ്റെ മനസ്സിലെ ഉദ്ദേശങ്ങളും എല്ലാം അള്ളാഹ്ക്കറിയാം. മറഞ്ഞിരിക്കുന്നതും തെളിഞ്ഞിരിക്കുന്നതും എല്ലാം അള്ളാഹ്ക്കറിയാം. അപ്പോൾ അള്ളാഹു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വളരെയധികം അറിയുന്നവനാണ്. ആ രൂപത്തിൽ അറിയാൻ മറ്റാർക്കും കഴിയില്ല എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയാണ്, വ അത്തിയുല്ലാഹ വ അത്തിയു റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ റസൂലിനെയും അനുസരിക്കണം. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവൻ അനുസരിക്കുക. അപ്പോൾ അത് തന്നെയല്ലേ റസൂലും പറഞ്ഞത്? ആണ്. പക്ഷേ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നേരിട്ട് നമുക്ക് എത്തിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്. അപ്പോൾ ആ പരിശുദ്ധ ഖുർആനിനെ നമ്മൾ മുഴുവനായിട്ടും അംഗീകരിക്കണം. വ അത്തിയു റസൂല, അതിൻ്റെ വിശദീകരണമായിക്കൊണ്ട് അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളത് വിശദമായി നമ്മളെ പഠിപ്പിച്ചു തന്നത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയാണ്. അപ്പോൾ ആ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന കാര്യങ്ങളും നമ്മൾ അനുസരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം പറ്റില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാൻ പരിശുദ്ധ ഖുർആൻ മാത്രമേ അനുസരിക്കുള്ളൂ, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കൂല എന്നൊരാൾ പറഞ്ഞാൽ അത് ശരിയാവില്ല എന്നർത്ഥം. കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട സൂചനകളും മറ്റുമാണ്. എന്നാൽ അത് ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു തന്നത്, പ്രാവർത്തികമാക്കി കാണിച്ചു തന്നത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇപ്പോൾ എത്ര സമയത്ത് നിസ്കരിക്കണം, നിസ്കാരത്തിൽ സുജൂദ് എങ്ങനെയാണ്, റുക്കൂ എങ്ങനെയാണ്, സുജൂദിൻ്റെ രൂപം എങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് പരിശുദ്ധ ഖുർആനിൽ തിരഞ്ഞാൽ കിട്ടൂല. അത് നമുക്ക് കാണിച്ചു തന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനെയും നിങ്ങൾ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ രീതികളെയും നിങ്ങൾ അനുസരിക്കണം. രണ്ടും വേണം എന്നർത്ഥം. ഫഇൻ തവല്ലൈത്തും, ഇനി നിങ്ങളെങ്ങാനും പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ, നിങ്ങളതൊന്നും സ്വീകരിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിലോ, നിങ്ങൾ തിരിഞ്ഞു കളയുന്നവരാണെങ്കിലോ, ഫഇന്നമാ അലാ റസൂലിന, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങളങ്ങനെ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ കുറ്റവും നിങ്ങൾക്ക് മാത്രമാണ്, അതിൻ്റെ ബാധ്യത നിങ്ങൾക്ക് മാത്രമാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു എന്നുള്ളതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം, അതിൻ്റെ ബാധ്യത നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, മറ്റാർക്കും അതിൻ്റെ ബാധ്യതയില്ല. ഫഇന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ, നമ്മളുടെ ദൂതൻ്റെ ബാധ്യത, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു തരിക എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമാണ് ബാധ്യത. നിങ്ങളെക്കൊണ്ട് ഇത് വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ആളുകളെ നിർബന്ധപൂർവ്വം ഇതിലേക്ക് കൊണ്ടുവരിക, ഇതൊന്നും ആ ദൂതൻ്റെ ബാധ്യതയേ അല്ല. അത് നിങ്ങൾക്ക് എത്തിച്ചു തരണം. എത്തിച്ചു തന്നതിന് ശേഷം വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ റസൂലിൻ്റെ ബാധ്യത നിങ്ങൾക്കിത് എത്തിച്ചു തരൽ മാത്രമാണ്. നിങ്ങളിത് സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളാഹു അല്ലാതെ മറ്റ് യാതൊരു ആരാധ്യനുമില്ല. ആരാധിക്കാൻ അർഹനായിട്ട് മറ്റ് ഒരു ശക്തിയുമില്ല, ഒരു തരത്തിലുള്ള ശക്തിയുമില്ല. അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. വ അലല്ലാഹി, അവൻ്റെ മേൽ. ഇവിടെയും തന്നെ ആ പദപ്രയോഗം ശരിക്കും അറബി ഭാഷാപ്രകാരം വേണ്ടത് ഫൽ യതവക്കിലിൽ മുഅ്മിനൂന അലല്ലാഹി എന്നാണ്. ഫൽ യതവക്കിലിൽ മുഅ്മിനൂന, സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ, അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ എന്നാണ്. പക്ഷേ ഇവിടെ വന്നത് വ അലല്ലാഹി എന്നുള്ളതിനെ പിടിച്ചിട്ട് ഏറ്റവും ആദ്യം എഴുതി അള്ളാഹുവിൻ്റെ മേൽ തന്നെ, അതിനാണ് പ്രാധാന്യം കൊടുത്തത്. അള്ളാഹുവിൻ്റെ മേൽ ഫൽ യതവക്കിലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ. എന്തിനാണ് ഈ അള്ളാഹുവിൻ്റെ മേൽ എന്നുള്ളതിനെ എടുത്തിട്ട് ആദ്യം എഴുതിയത്? അങ്ങനെയല്ലാത്ത മറ്റ് പല ശക്തികളുടെയും മേലെ ഭരമേൽപ്പിക്കുന്നവരുണ്ടാവും. ആ തരത്തിൽ അള്ളാഹുവിനെ അല്ലാതെ ഒരു ഗുരുതര ഘട്ടം വരുമ്പോൾ, ഒരു നിർണായക ഘട്ടം വരുമ്പോൾ മറ്റ് വിഗ്രഹങ്ങളോടും മറ്റുള്ള ആരാധ്യരോടുമൊക്കെ അവരിൽ ഭരമേൽപ്പിക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തിട്ട് ആദ്യം എഴുതിയത്. അള്ളാഹുവിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ഭരമേൽപ്പിക്കുന്നത്, മറ്റൊരു ശക്തിയിലും നിങ്ങൾ ഭരമേൽപ്പിക്കരുത്, അള്ളാഹുവിൽ മാത്രം. വഅലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ തന്നെയാണ് ഫൽ യതവക്കലിൽ മുഅ്മിനൂൻ, അപ്പോൾ സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ. അപ്പോൾ സത്യവിശ്വാസികളാണോ നിങ്ങൾ ഭരമേൽപ്പിക്കുന്നത്, അള്ളാഹുവിലായിരിക്കും. ഇവിടെയും നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള ഒരു ശക്തമായ ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. അത് അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അത് എന്തോ സംഭവിക്കട്ടെ, നമ്മളതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അതല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മളൊരു വാഹനത്തിൽ കയറുന്നു, ആ വാഹനം അപകടത്തിൽ പെടുവില്ലേ നമുക്കറിയില്ല. പക്ഷേ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, നമ്മൾ അതിന് വേണ്ട എല്ലാ സുരക്ഷിതമായ കാര്യങ്ങളൊക്കെ ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ടാണ് തവക്കുൽ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മളൊന്നും ചെയ്യാതെ തവക്കുൽ ചെയ്യാൻ പാടില്ല. നമുക്കൊരു രോഗം വന്നു, ഒരു ചികിത്സയും നടത്താതെ ഞാൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ അത് ശരിയാവില്ല, അതൊരു ഇസ്ലാമിക രീതിയല്ല. അതേസമയം ചികിത്സിക്കണം, നമ്മളതിന് മരുന്ന് കഴിക്കണം, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം.
അള്ളാഹു അത് മാറ്റാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഷിഫ നൽകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മാറ്റും. അതല്ല, അത് മാറ്റാതിരിക്കലാണ്, ഇതുവഴി ഞാനങ്ങ് മരണപ്പെടലാണ് എനിക്ക് ഏറ്റവും ഹൈർ എന്നുണ്ടെങ്കിൽ അള്ളാഹു അതാണ് ചെയ്യുക. അപ്പോൾ എന്താണോ അതിൽ ശരി, എന്താണോ അതിൽ ഹൈർ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. എന്താണോ ശരി അത് അള്ളാഹു തീരുമാനിക്കട്ടെ എന്നുള്ള രൂപത്തിൽ ആ ഒരു ഭരമേൽപ്പിക്കാനുള്ള മനസ്സുറപ്പ് ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കണം. അത് അള്ളാഹുവിൽ മാത്രമേ ഭരമേൽപ്പിക്കാവൂ, മറ്റൊരു ശക്തിയുടെയും മേലെ അങ്ങനെ ഭരമേൽപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. ഇനി നമുക്ക് ഈ 3 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. മാ അസ്വാബ, അവിടെ മാ എന്നുള്ള മദ്ദുണ്ട്, ശേഷം ഹംസയാണ്. അത് മദ്ദും ഹംസയും വ്യത്യസ്ത പദങ്ങളിലാണ്, അടുത്തടുത്താണ്, വ്യത്യസ്ത പദങ്ങളിലാണ്. മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അത് മദ് മുൻഫസിൽ എന്നാണ് പറയുക. മാ അസ്വാബ മിം മുസീബത്തിൻ, അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വന്നു. സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വരുമ്പോൾ ആ സുക്കൂനുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മിൻ എന്ന് പറയില്ല, മിം മുസീബത്തിൻ. അവിടെ ആ മീമിന് ഷദ്ദിട്ട രൂപത്തിലാണ് ഉണ്ടാവുക. അവിടെ മീമിന് ഷദ്ദിട്ട് കൊടുത്തിട്ടുണ്ടാവും, അത് ഈ തജ്വീദിൻ്റെ നിയമപ്രകാരം ഇട്ട് കൊടുത്താണ്. അപ്പോൾ മിൻ എന്ന് പറയരുത്, ആ നൂൻ അവിടെ ഇല്ലാതെ ഷദ്ദുള്ള മീമ് പറയുന്ന രൂപത്തിൽ പറഞ്ഞാൽ മതി. മിം മുസീബത്തിൻ. മുസീബത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, അതിനുശേഷം ഹംസ. തൻവീനിന് ശേഷം ഹംസ വന്നാൽ അവിടെ ആ തൻവീനെ ഇൽഹാർ ചെയ്യണം, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മുസീബത്തിൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഇത്തരം സന്ദർഭങ്ങളിൽ തൻവീൻ എഴുതുമ്പോൾ ഫതഹ് തൻവീൻ ആണെങ്കിൽ ആ 2 വരകൾ ഒന്നൊന്നിൻ്റെ താഴെയായിട്ട് ഇട്ടുണ്ടാവും. അവിടെ ആ എഴുത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് ഇൽഹാറിൻ്റെ നിയമമാണ് എന്ന്. അപ്പോൾ മുസീബത്തിൻ ഇല്ല, ഇല്ലാ ബിഇദ്നില്ലാഹി, ബിഇദ്നില്ലാഹി എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഖലി കാണാം, ഖാഫും ലാമും. ഖാഫും ലാമും ഖലി കണ്ടു കഴിഞ്ഞാൽ അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്തലാണ് ഏറ്റവും നല്ലത്, അതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് ഓതുക. അങ്ങനെ നിർത്തിയിട്ട് ഓതുമ്പോൾ ബിഇദ്നില്ലാഹ്, അവസാനത്തെ അള്ളാഹു എന്നുള്ളതിൽ അവസാനത്തെ ഹ എന്ന് സുക്കൂനിട്ടിട്ടാണ് നിർത്തുക. ബിഇദ്നില്ലാ. ഈ ബിഇദ്നില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കെസ്റായതുകൊണ്ട് ബിഇദ്നില്ലാ എന്നുള്ള ഉച്ചാരണം കൊടുക്കും. ബിഇദ്നില്ലാ എന്നല്ല, ബിഇദ്നില്ലാ. അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കെസ്ർ വന്നാൽ പിന്നെ ലാ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. ബിസ്മി ലാ എന്നാണ് പറയുക, ബിസ്മില്ലാ എന്ന് പറയില്ല. വമൈ യുഅ്മിൻ, യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ആ സുക്കൂനിലെ നൂനിനെ യാഇലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ വമൈ യുഅ്മിൻ. യുഅ്മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനിലെ നൂന്, ശേഷം ബാ ആണ്. ബില്ലാഹി എന്നുള്ളതിൽ ബാ ആണ്. അപ്പോൾ അവിടെ ബാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ സുക്കൂനുള്ള മീമാക്കിയിട്ട് മാറ്റണം, ഉച്ചാരണം അങ്ങനെയാക്കണം. അവിടെ എൻ എന്നുള്ള ഉച്ചാരണമല്ല, എം എന്നുള്ള ഉച്ചാരണം കൊടുക്കണം. അതിന് ഇഖ്ലാബ് എന്നാണ് പറയുക. ഒരു ശബ്ദത്തെ മറ്റൊരു ശബ്ദമാക്കി മാറ്റുന്നതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക. അതുകൊണ്ട് യുഅ്മിൻ എന്നല്ല, യുഅ്മിം, അവിടെ മീമിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അത് സൂചിപ്പിക്കാൻ ഒരു ചെറിയ മീം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ യുഅ്മിൻ ബില്ലാഹി മണിക്കും വേണം. യുഅ്മിൻ ബില്ലാഹി. യഹ്ദി ഖൽബഹു, ഖൽബഹു എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. ഖൽബഹു എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു ഹൂ ഉണ്ട്. ആ ഖൽബഹു എന്നുള്ളതിൻ്റെ ആ ഹൂ എന്നുള്ളതിനെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം, കാരണം അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ഖൽബഹു, അത് സൂചിപ്പിക്കാൻ ചെറിയൊരു വാവ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇവിടെ പാരായണം നിർത്തുന്നവർ ഖൽബഹ് എന്ന് പറഞ്ഞിട്ട് ആ ഹ എന്ന് സുക്കൂനിട്ടിട്ടാണ് നിർത്തേണ്ടത്. പാരായണം കൂട്ടി ഓതി പോകുന്നവരാണെങ്കിൽ ഖൽബഹു എന്ന് പറഞ്ഞിട്ട് ഹു എന്നുള്ളതിനെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടിയിട്ട് ഓതി പോവുക. വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ, ഷൈഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ഐനാണ്. ഐനിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇൽഹാറാണ് നിയമം. അപ്പോൾ ഷൈഇൻ, എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ഷൈഇൻ അലീം, അവസാനത്തെ മീമിനെ സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള ആ ഒരു നീട്ടൽ ലീ എന്നുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, മദ് ആരിലാണത്. അടുത്ത ആയത്ത് വ അത്തിയഉല്ലാഹ വ അത്തിയഉ റസൂല. ഈ അത്തിയഉ എന്നെഴുതിയത് അത് മാത്രം നോക്കുകയാണെങ്കിൽ അത്തിയഉ എന്നാണ്. അവസാനത്തിൽ ഒരു വാവുണ്ട്, നീട്ടാനുണ്ട്. പക്ഷേ ശേഷം അള്ളാഹു ഒരു ഹംസത്ത് വസിൽ വന്നു. മദ്ദിന് ശേഷം, നീട്ടലിന് ശേഷം ഹംസത്ത് വസിൽ വന്നാൽ ആ മദ് നീട്ടൽ നഷ്ടപ്പെടും. അപ്പോൾ അത്തിയഉ എന്നവിടെ ഉണ്ടെങ്കിലും ശേഷം വന്നത് ഹംസത്ത് വസിലായതുകൊണ്ട് അത്തിയഉ എന്നേ പറയുള്ളൂ, ആ മദ് നഷ്ടപ്പെടും. അപ്പോൾ വ അത്തിയഉല്ലാഹ എന്നേ പറയുള്ളൂ. അതേപോലെ വ അത്തിയഉർ റസൂല എന്നേ പറയുള്ളൂ. ആ റസൂല എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം. നിർത്തുകയാണെങ്കിൽ റസൂൽ എന്ന് പറഞ്ഞിട്ട് ലാമിന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ തൊട്ട് മുമ്പുള്ള നീട്ടൽ റസൂ എന്നുള്ള ആ നീട്ടലിനെ വേണമെങ്കിൽ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. ഇനി അവിടെ ചേർത്ത് ഓതുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ റസൂല എന്ന് പറഞ്ഞിട്ട് ഓതിപ്പോവുക. ഫ ഇൻ തവല്ലൈത്തും, താഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ഇഖ്ഫ ചെയ്യുക, മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ഫ ഇൻ തവല്ലൈത്തും. ഫ ഇന്നമ, നൂനിൻ്റെ ശബ്ദ് മണിക്കുക.
അലാ റസൂലിനൽ ബലാഹു, അവിടെ നോക്കൂ റസൂലിന എന്നുണ്ട്, പിന്നെ അൽ ബലാഹു. അപ്പോൾ റസൂലിന എന്നുള്ളതിൻ്റെ മദ്ദിന് ശേഷം ഹംസത്തു വസ്ലു വന്നു. അങ്ങനെ മദ്ദിന് ശേഷം ഹംസത്തു വസ്ലു വരുമ്പോൾ മദ് നഷ്ടപ്പെടും. അപ്പോൾ റസൂലിന എന്നേ പറയൂ, റസൂലിന എന്ന് നീട്ടൂല. റസൂലിനൽ ബലാഹുൽ മുബീൻ, അവിടെ മുബീൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂന് സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടലിനെ 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരത്. ശേഷം അള്ളാഹു ലാ ഇലാഹ, ലാ എന്നുള്ള നീട്ടൽ, ഇലാഹ എന്നുള്ളതിൽ തുടക്കത്തിൽ ഹംസ, മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലാഹുവ, ഇല്ലാഹുവ എന്ന് കഴിഞ്ഞിട്ടൊരു ജീമ് കാണാം. അവിടെ പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുവാണെങ്കിൽ ആ ഹുവ എന്നുള്ളതിലെ വാവിന് സുക്കൂനിട്ടിട്ടാണ് നിർത്തേണ്ടത്. അപ്പോൾ ഹു എന്നേ പറയുള്ളൂ, ഹുവ് എന്നല്ല, ഹു, ആ ചെറിയ ഒരു വാവിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. നിർത്താതെ ഓതുകയാണെങ്കിൽ ഹുവ എന്ന് അവിടെ എഴുതിയ പോലെ തന്നെ അവിടെ പാരായണം ചെയ്തു പോകും. വ അലല്ലാഹി ഫൽ യതവക്കലിൽ മുഅ്മിനൂൻ, അവിടെ യതവക്കൽ എന്നാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് യതവക്കലി എന്നായി? യതവക്കൽ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനിട്ടാൽ പിന്നെ അൽ മുഅ്മിനൂൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അതിൻ്റെ ഇടയ്ക്കൊരു ഹംസത്ത് വസലുണ്ട്, അത് നോക്കൂല. ശേഷം ലാമിന് സുക്കൂനാണ്. അപ്പോൾ യതവക്കൽ എന്നുള്ളതിൻ്റെ അവസാനത്തെ ലാമിന് സുക്കൂന്, അൽ മുഅ്മിനൂൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരത്തിനും സുക്കൂന്. അങ്ങനെ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റണം. ഇൽത്തിഖാ ഉസാക്കിനി എന്നാണ് ആ നിയമത്തിന് പറയുന്ന പേര്. അങ്ങനെയാവുമ്പോൾ ആ തുടക്കത്തിലുള്ള ആദ്യത്തെ ലാമിൻ്റെ സുക്കൂന് മാറ്റി ഇവിടെ കെസറാണാക്കിയത്. പല നിയമങ്ങളുണ്ട്, ഇവിടെ അത് കെസറാണാക്കിയത്. അപ്പോൾ ഫൽ യതവക്കൽ എന്നുള്ളത് ഫൽ യതവക്കലി എന്നായി. അതുകൊണ്ട് പാരായണം മുറിയാതെ അങ്ങ് പോകും. അവിടെ ഫൽ യതവക്കൽ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പാരായണം ചെയ്യുമ്പോൾ അവിടെ മുറിഞ്ഞു പോകും. ഫൽ യതവക്കൽ അൽ മുഅ്മിനൂൻ അവിടെ മുറിയും. അതേസമയത്ത് ഫൽ യതവക്കലിൽ മുഅ്മിനൂൻ അത് ആ ഒഴുക്കിൽ അങ്ങനെ പോകും. ഫൽ യതവക്കലിൽ മുഅ്മിനൂൻ അവസാനത്തെ നൂനിന് സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ മദ് ആരിലാണ്, 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. നമുക്കിനി ഈ 3 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ ഫഇൻ തവല്ലൈതും ഫഇന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ മാ അസ്വാബ, അസ്വാബ ബാധിച്ചു, മാ അസ്വാബ ബാധിച്ചിട്ടില്ല. എന്ത് ബാധിച്ചിട്ടില്ല? മിൻ മുസീബത്തിൻ, ഒരു ബാധയും ഒരു വിപത്തും. അപ്പോൾ അത് ഫായിലാണ്. ഇനി ആർക്ക് ബാധിച്ചിട്ടില്ല, എന്തിനെ ബാധിച്ചിട്ടില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മഫ്ഊലും ബിഹിയാണ്. ഇവിടെ ആര് അല്ലെങ്കിൽ എന്ത്, അതിൻ്റെ ഉത്തരം വരുമ്പോൾ അത് ഫായിലാണ്. അതുകൊണ്ട് മിൻ മുസീബത്തിൻ എന്നുള്ളത് ശരിക്കും ഫായിലിൻ്റെ സ്ഥാനത്താണ്. ശരിക്കും ഫായിലിന് റഫ് ആണ്. ഇത് ഒരു പദപ്രയോഗം ആയതുകൊണ്ട്, മിൻ മുസീബത്തിൻ എന്നുള്ളത് ഒരു പദപ്രയോഗം ആയതുകൊണ്ട് അതിന് റഫ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അത് റഫിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ. ഇല്ല ബി ഇതിനില്ലാഹി, ബി ഇതിനില്ലാഹി, ഇതിനില്ലാഹി എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ ഇതിൻ എന്നുള്ളതിനെ അള്ളാഹു എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ അള്ളാഹു എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും. സാധാരണ കസ്റുണ്ടോ കസ്ർ തൻവീനുണ്ടോ. അതുകൊണ്ടാണ് ആ അള്ളാഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹി എന്നെഴുതിയത്, കസ്റിട്ടത്. അപ്പോൾ ലാഹി അല്ലെങ്കിൽ അള്ളാഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹി കസ്റിടാൻ കാരണം അത് മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ടാണ്. ഇതിൻ എന്നുള്ളത് മുലാഫാണ്, അള്ളാഹി അല്ലെങ്കിൽ ഇല്ലാഹി എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. ഇനി വമൻ യുഅ്മിൻ, അവിടെ മന്നിൻ്റെ പ്രയോഗം വന്നു. ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് ഇങ്ങനെ കിട്ടും, അതാണ് മന്നിൻ്റെ പ്രയോഗം. അപ്പോൾ അങ്ങനെ മന്നിൻ്റെ ഒരു പ്രയോഗം വരുമ്പോൾ ആ മന്നിനോട് ചേർന്ന് വരുന്ന മുലാരിയായിട്ടുള്ള ക്രിയകളെ ജസ്മാക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് ജസ്മ് കിട്ടും. സാധാരണ അവസാനത്തിൽ സുക്കൂനിട്ടിട്ടാണ് ചെയ്യുക, എന്നാൽ എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ യുഅ്മിനു എന്നുള്ളത് യുഅ്മിൻ എന്നായി, ആ മന്നു വന്നതുകൊണ്ടാണ്. അപ്പോൾ ആരാണോ അള്ളാഹുവിൽ വിശ്വസിച്ചത് ഇനി അവർക്ക് എന്ത് കിട്ടും? ആ ഭാഗം അതിൻ്റെ ജവാബാണ്, മറുപടിയാണ്. അത് യഹ്ദി ഖൽബഹു, അതിനും അവിടെയുള്ള മുലാരിയായിട്ടുള്ള ക്രിയകൾക്കും ജസ്മാണ് കിട്ടുക. അതുകൊണ്ടാണ് യഹ്ദി എന്നുള്ളതിൻ്റെ അവസാനത്തെ യാഇനെ കളഞ്ഞത്. ആ യാഇനെ കളഞ്ഞിട്ടാണ് സാധാരണ ഇത്തരം ക്രിയകൾക്ക് ജസ്മ് കൊടുക്കുക. അപ്പോൾ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരമുള്ള ഈ ഉച്ചരിക്കാത്ത അക്ഷരങ്ങളുണ്ടല്ലോ, അലിഫ് വാവ് യാ, അത്തരം ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളൊക്കെ വരുന്ന മുലാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ് കൊടുക്കേണ്ട സന്ദർഭം വന്നാൽ ആ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളെ കളയുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യഹ്ദി എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള യാഇനെ കളഞ്ഞു. അങ്ങനെയാണ് യഹ്ദി ഖൽബഹു എന്നായത്. ഇനി ഖൽബഹു എന്നെടുക്കുകയാണെങ്കിൽ യഹ്ദി നേർമാർഗത്തിലാക്കും. എന്തിനെ? ആരെ? ഖൽബ, ഹൃദയത്തെ.
അപ്പോൾ ആരെയാണ് എന്നുള്ളതിൻ്റെ ഉത്തരം വന്നു, അത് മഫ്ഊലുൻ ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ കർമാണ്. അതിനെപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. അതുകൊണ്ടാണ് കൽബ എന്ന് എഴുതിയത്, അല്ലെങ്കിൽ കൽബു എന്നാണ് എഴുതുക. കൽബ ആ ഹൃദയത്തെയാണ് നേർമാർഗത്തിലാക്കുക. അതുകൊണ്ട് അത് മഫ്ഊലുൻ ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ കർമാണ്. അതുകൊണ്ടാണ് കൽബ എന്ന് എഴുതിയത്. ഇനി ബില്ലാഹി എന്നുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ അവിടെ അള്ളാഹു എന്നുള്ളതിൻ്റെ മുമ്പിൽ ഹർഫ് ജറായിട്ടുള്ള ബി വന്നു. ബി എന്നുള്ള ഹർഫ് ജറ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. സാധാരണ അവസാനത്തിൽ കസറിട്ടിട്ടാണ് ചെയ്യാം, കസറോ കസർ തൻവീനോ, എപ്പോഴും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ബി വന്നപ്പോൾ അവസാനത്തിൽ കസർ കൊടുത്ത് അവസാനത്തിൽ ഹി എന്നാക്കിയത്, ബില്ലാഹി എന്നാക്കിയത്. ഇനി കൽബഹു എന്നുള്ളത് വീണ്ടും എടുക്കുകയാണെങ്കിൽ ആ കൽബ് എന്നുള്ള പദത്തെ ഹു എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ ഹു എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറാണ്. പക്ഷേ ഇവിടെ ഹു എന്നുള്ളത് മബിനിയായൊരു പദമായതുകൊണ്ട് അതിന് ജെറ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ കസറൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അത് ജെറിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ. ഇനി വല്ലാഹു ബികുല്ലി ഷെയ്ഇൻ, ശരിക്കും കുല്ലു ഷെയ്ഇൻ എന്നാണ് വേണ്ടത്, എല്ലാ കാര്യങ്ങളും കുല്ലു ഷെയ്ഇൻ. അപ്പോൾ ഷെയ് എന്നുള്ളതിലേക്ക് കുല്ലു എന്നുള്ളതിനെ ചേർത്തു. അപ്പോൾ ഷെയ് എന്താണ്? മുലാഫിൻ ഇലൈഹിയാണ്. അതിന് ഇറാബ് ജറാണ്, കസർ കൊണ്ടോ കസർ തൻവീനുണ്ടോ, അതുകൊണ്ടാണ് ഷെയ്ഇൻ എന്നെഴുതിയത്. ഇനി ആ കുല്ലു എന്നുള്ളതിൻ്റെ മുമ്പിൽ ബി വന്നു, ഹർഫ് ജറായിട്ടുള്ള ബി വന്നു. അപ്പോൾ പിന്നെ ആ കുല്ലു എന്നുള്ളതിനെ കുല്ലി എന്നാക്കി. കാരണം ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം, കസർ കൊണ്ടോ കസർ തൻവീനുണ്ടോ. അതുകൊണ്ടാണ് ബി കുല്ലി ഷെയ്ഇൻ എന്നെഴുതിയത്. അലീം, അവിടെ ശരിക്ക് അള്ളാഹു അലീമുൻ എന്നാണ് അവിടെ വാചകം, അള്ളാഹു അലീമുൻ. അപ്പോൾ അലീം എന്നുള്ളത് ഖബറാണ്, അള്ളാഹു എന്നുള്ളത് മുബത്തതാണ്, അലീം എന്നുള്ളത് ഖബറാണ്. ഒരു ചെറിയ വാചകമാണത്. അതിൻ്റെ ഇടയിൽ ബിക്കുല്ലി ഷെയ്ഇൻ എന്നുള്ളത് കയറി വന്നു എന്ന് മാത്രം. ഇനി വ അത്തിയുല്ലാഹ വ അത്തിയു റസൂല, അത്തിയു നിങ്ങൾ അനുസരിക്കുവീൻ. ആരെയാണ് അനുസരിക്കേണ്ടത്? അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് മഫ്ഊലുൻ ബിഹി ആയിരിക്കും. അപ്പോൾ ഇവിടെ അള്ളാഹു എന്ന് വന്നിട്ടുണ്ട്, റസൂൽ എന്ന് വന്നിട്ടുണ്ട്. അത്തിയുല്ലാഹ വ അത്തിയു റസൂല, രണ്ടിടത്തും അള്ളാഹു എന്നുള്ളതിന് ഫത്തഹാണ്, റസൂൽ എന്നുള്ളതിനും ഫത്തഹാണ്. അതിൻ്റെ കാരണം അത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമാണ്. നിങ്ങൾ അനുസരിക്കുവീൻ, ആരെ, എന്തിനെ? അതിൻ്റെ ഉത്തരമാണ് മഫ്ഊലുൻ ബിഹി ആയിട്ട് വരിക. ഇനി ഫ ഇൻ തവല്ലൈത്തും ഫ ഇന്നമാ അലാ റസൂലിന, ഈ ഇന്നമാ എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഒരു മാത്രം എന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ശേഷം വരുന്ന ഏത് പദത്തോടുകൂടിയാണ് ചേർക്കേണ്ടത് എന്നുള്ളത് ഒന്നിച്ച അർത്ഥം പറയുമ്പോഴാണ് മനസ്സിലാവുക. നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ഫ ഇന്നമാ, നിശ്ചയമായും അത് മാത്രമാണ്. എന്ത്? അൽ ബലാഗ്, എത്തിക്കൽ മാത്രമാണ്. അലാ റസൂലിന, നമ്മളുടെ ദൂതൻ്റെ മേലുള്ള ബാധ്യത എന്നുള്ള രൂപത്തിലാണ് നമ്മളവിടെ മനസ്സിലാക്കുക. ഇനി റസൂൽ എന്നുള്ളതിൻ്റെ മുമ്പിൽ അലാ വന്നതുകൊണ്ടാണ് അലാ റസൂലിന എന്നായത്. അലാ റസൂലി, റസൂൽ എന്നുള്ളതിന് അവസാനത്തിൽ കസർ കൊടുക്കാനുള്ള കാരണം അല വന്നതുകൊണ്ടാണ്. അല എന്നുള്ളത് നേരത്തെ ബിയുടെ കാര്യം പറഞ്ഞ പോലെ അല, ഇല, ബി, ഫി ഇതൊക്കെ ഹർഫ് ജറുകളാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. അതുകൊണ്ടാണ് റസൂലു എന്നെഴുതാതെ റസൂലി എന്നെഴുതിയത്, അല വന്നതുകൊണ്ടാണ്. റസൂലിനൽ ബലാഗുൽ മുബീൻ, ആ ബലാഗ് എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് അൽ മുബീൻ, വ്യക്തമായ എത്തിക്കൽ, പ്രത്യക്ഷമായ എത്തിക്കൽ. അപ്പോൾ അൽ ബലാഗു അൽ മുബീനു ഒന്ന് മറ്റൊന്നിനെ വിശേഷിപ്പിക്കുന്ന പദമായതുകൊണ്ട് രണ്ടിനും ഒരേ രൂപഘടന തന്നെ വേണം. അതുകൊണ്ട് തുടക്കത്തിൽ അലിഫ്ലാമ് നോക്കുകയാണെങ്കിൽ അൽ ബലാഗു അൽ മുബീനു രണ്ടിടത്തും ഉണ്ട്. അവസാനത്തിൽ നോക്കുകയാണെങ്കിൽ അൽ ബലാഗു അവസാനത്തിൽ റഫ് ആണ്, അൽ മുബീനു അവസാനത്തിൽ റഫ് ആണ്. അപ്പോൾ ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. ഇനി അടുത്ത ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ വ അലല്ലാഹി, ഈ അല എന്നുള്ളത് ഹർഫ് ജറാണ് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അലല്ലാഹി എന്നെഴുതിയത്. അലല്ലാഹു എന്ന് പറയില്ല, അല വന്നതുകൊണ്ട് അതിനുശേഷം വരുന്ന ഇസ്മിന് ജറ് കിട്ടും. അവസാനത്തിൽ കസർ ഇട്ടിട്ടോ കസർ തൻവീൻ ഇട്ടിട്ടോ ആണ് സാധാരണഗതിയിൽ സൂചിപ്പിക്കുക. അപ്പോൾ അലല്ലാഹി എന്ന് അങ്ങനെ വന്നതാണ്. ഇനി ഫൽ യതവക്കലിൽ മുഅ്മിനൂൻ, അത് ശ്രദ്ധിക്കണം. അവിടെ ശരിക്ക് ഫ ലി യതവക്കലു എന്നാണ്. ഒരു ഫ ഉണ്ട് തുടക്കത്തിൽ, പിന്നെ ലി ഉണ്ട്, പിന്നെ യതവക്കലു എന്നുണ്ട്. ആ യതവക്കലു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലി ചേരുമ്പോൾ ലി യതവക്കൽ എന്നാവും. അത് കൽപ്പനക്രിയയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ലാമുൽ അംർ ചേർക്കുക എന്നാണ് പറയാം. അപ്പോൾ ലി യതവക്കലു എന്ന് പറയില്ല, ലി യതവക്കൽ എന്നാണ് പറയാം. അതേസമയത്ത് ലി യതവക്കലു എന്ന് പറയുമ്പോൾ ലി എന്നുള്ളതിന് വേണ്ടി എന്നുള്ള അർത്ഥം കിട്ടും. അങ്ങനെ ചെയ്യാൻ വേണ്ടി എന്നുള്ള അർത്ഥമുണ്ട് ലീന്. ഇവിടെ അമ്രിൻ്റെ രൂപത്തിൽ കൽപ്പനക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ലാമ് വരുമ്പോഴാണ് ലി യതവക്കൽ, അങ്ങനെ ചെയ്യട്ടെ, ആ രൂപത്തിൽ ബരമേൽപ്പിക്കട്ടെ. ഇനി ആ ലി യതവക്കൽ എന്നുള്ളതിന് മുമ്പിൽ എന്തെങ്കിലും ഒരു അക്ഷരം വന്നാൽ, ഫ ഓ വ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വ ലി അല്ലെങ്കിൽ ഫ ലി എന്നല്ല പറയാം. അപ്പോൾ അത് ആ ലി എന്നുള്ളത് എൽ എന്നായിട്ട് മാറും. ഫ എൽ യതവക്കൽ, ഫൽ യതവക്കൽ എന്നാവും ഒരു അക്ഷരം അതിൻ്റെ മുമ്പിൽ വന്നാൽ. എന്നാൽ അതിൻ്റെ മുമ്പിൽ ഒരു അക്ഷരം ഇല്ലെങ്കിൽ ലി യതവക്കൽ എന്ന് തന്നെയാണ് പറയാം. ഇനി ആ ലി യതവക്കലിൽ മുഅ്മിനൂൻ, ലി യതവക്കൽ ബരമേൽപ്പിക്കട്ടെ, ആര് എന്നുള്ളതിൻ്റെ ഉത്തരം വരിക ഫായിലാണ്, പ്രവൃത്തി ചെയ്യുന്ന ആളാണ്. അൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ. അപ്പോൾ അൽ മുഅ്മിനൂൻ എന്നുള്ളത് ഫായിലായതുകൊണ്ടാണ് അതിനെ റഫ്ഇൻ്റെ രൂപത്തിൽ എഴുതിയത്.
റഫിൻ്റെ രൂപമാണ് അൽ മുഅ്മിനൂൻ എന്നത്. അതേസമയത്ത് നെസ്ബോ ജറോ ഒക്കെ ആണെങ്കിൽ മുഅ്മിനീൻ എന്നാണ് എഴുതുക. അപ്പോൾ ഇവിടെ ഫായിലാണ് മുഅ്മിനൂൻ, അതുകൊണ്ട് അത് റഫിൻ്റെ രൂപത്തിൽ തന്നെ എഴുതി. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.